തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കും അത് കഴിഞ്ഞ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കണക്കും തമ്മിലുള്ള വ്യത്യാസം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. ബൂത്ത് തല വോട്ടിംഗ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന 17C ഫോമുകൾ പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇക്കാര്യത്തിൽ മാത്രമായി ഇടപെടുന്നില്ലെന്നും കോടതിയുടെ പരിഗണനയിലുള്ള റിട്ട് ഹർജികൾക്കൊപ്പം ഈ വിഷയവും പരിഗണിക്കാമെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസ് ദീപ ശങ്കർ ദത്ത, രതീഷ് ചന്ദ്ര എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റേതായിരുന്നു വിധി. 17C ഫോമുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്താണ് ഈ 17C ഫോം? 1961 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 രേഖകളാണ് കമ്മീഷൻ സൂക്ഷിക്കേണ്ടത്. ബൂത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം, വോട്ടേഴ്സ് രജിസ്റ്ററിൽ പേരുള്ളവർ, വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് തീരുമാനിച്ച വോട്ടർമാർ, വോട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കാത്ത വോട്ടർമാർ, വോട്ടിംഗ് മെഷീന്റെ തിരിച്ചറിയൽ നമ്പർ, കൺട്രോൾ യൂണിറ്റ്, ബാലറ്റിംഗ് യൂണിറ്റ്, VVPAT തുടങ്ങിയ സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഒന്നാമത്തെ ഫോം 17A. രണ്ടാമത്തേത് ഫോം 17C. എത്ര സ്ഥാനാർത്ഥികൾ, അവർക്ക് കിട്ടിയ വോട്ടുകൾ എന്നിവ രേഖപ്പെടുത്തുന്നതാണിത്. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ നിയമത്തിലെ 49S, 56C ചട്ടപ്രകാരം പ്രീസൈഡിംഗ് ഓഫീസർ 17C ഫോമുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാർക്ക് നൽകണം. ഇതിന്റെ ഒറിജിനൽ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക. എന്താണ് ഫോം 17C ഫോമുകൾ പുറത്തുവിടാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാദം? ഫോം 17C വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് രേഖകൾ മോർഫ് ചെയ്യാൻ കാരണമാകും. അത് തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിലെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് കമ്മീഷൻ പറയുന്നത്. സുപ്രീം കോടതിയിൽ കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഫോം 17C പൂർണ്ണമായ പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിടത്തെ മലിനമാക്കാൻ സാധ്യതയുണ്ട്. ഒറിജിനൽ 17C ഫോമുകൾ സ്ട്രോങ് റൂമിൽ മാത്രമേ ലഭ്യമാകൂ. ഒപ്പുവെക്കുന്ന പോളിംഗ് ഏജന്റുമാർക്ക് ഇവയുടെ പകർപ്പ് നൽകും. ഫോം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് മൂലം വിവരങ്ങൾ മോർഫ് ചെയ്യപ്പെടാം. അതുമൂലം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പൊതുജനത്തിന് വിശ്വാസ്യത ഇല്ലാതാകാം. ഭരണഘടനയുടെ 329B പ്രകാരം തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ കോടതി ഇടപെടലുകൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തിക്കൊണ്ടു പോവുക എന്ന ഉദ്ദേശമാണ് ഈ വകുപ്പിനുള്ളതെന്നും കമ്മീഷൻ പറയുന്നു. സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുകൾ എന്നിവർക്ക് മാത്രമേ 17C ഫോമുകൾ നൽകേണ്ടതുള്ളൂ എന്നതാണ് കമ്മീഷന്റെ വാദം. എന്നാൽ പൂർണ്ണ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നേരത്തെ ചോദിച്ചിരുന്നു.